പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് പെരുന്നാൾ സ്പെഷ്യൽ ആയിട്ട് ഒരു അടിപൊളി ടേസ്റ്റിലുള്ള മട്ടൻ ബിരിയാണിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാ തയ്യാറാക്കി എടുക്കുന്നതെന്ന് വീഡിയോ കാണാം. ആദ്യം തന്നെ നമുക്ക് ഈ മട്ടൻ ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ ഉപ്പും വിനാഗിരിയും ചേർത്ത് മട്ടൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. മട്ടൻ ഒരു സ്മെല്ല് കാണും, അത് പോകാൻ വേണ്ടിയിട്ടാണ് വിനാഗിരി ചേർത്തിട്ട് കഴുകിയെടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി ഇത്രയുമാണ്. പിന്നെ നമുക്കൊരു പേസ്റ്റ് തയ്യാറാക്കണം. അതിനുവേണ്ടി 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, 10-12 പച്ചമുളക്, 1 കൂടം വെളുത്തുള്ളി ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പൊ ഈ പേസ്റ്റ് ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഈ മട്ടൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഇപ്പൊ അരച്ചെടുത്ത പേസ്റ്റിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ബാക്കി നമുക്ക് മസാല ഉണ്ടാക്കുന്ന സമയത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല ഇത്രയുമാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് കുരുമുളക് ഇഷ്ടം ഉണ്ടെങ്കിൽ കുരുമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ ഈ മട്ടനും മസാലയും കൂടെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ വേവിച്ചെടുക്കാനായിട്ട് പോകുന്നത് കുക്കറിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലാതെ പാത്രത്തിൽ തന്നെ വേവിച്ചെടുക്കാവുന്നതാണ്. അത് മസാലയൊക്കെ ഒന്ന് വഴറ്റി വന്നതിന് ശേഷമാണ് മട്ടൻ ചേർത്ത് അടച്ചു വെച്ച് വേവിക്കുന്നത്. ഇപ്പൊ എളുപ്പത്തിന് വേണ്ടി ഞാൻ കുക്കറിൽ തന്നെ വേവിക്കുകയാണ്. മട്ടൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ ഒരു 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇനി അരി വേവിച്ചെടുക്കാനായിട്ട് പോവാണ്. അതിനുവേണ്ടി ഞാൻ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4-5 ഏലക്ക എടുത്തിട്ടുണ്ട്, 1 കഷ്ണം കറുവാപ്പട്ട ചെറുതായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്, 4-5 ഗ്രാമ്പു, 1 കഷ്ണം തക്കോലവും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ 2 ബേ ലീഫ് കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുരുമുളകാണ്. ഇത് ഞാൻ 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ബീഫ് ബിരിയാണിയിലും മട്ടൻ ബിരിയാണിയിലും ഒക്കെ ഇങ്ങനെ കുരുമുളക് ചേർക്കാറുണ്ട്. ഇപ്പൊ നന്നായിട്ട് വെള്ളം തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കുവാണ്. ഞാനിവിടെ ബസ്മതി റൈസ് ആണ് എടുത്തിരിക്കുന്നത്. 4 കപ്പ് ബസ്മതി റൈസ് ഉണ്ട്. ഇതൊരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് വെള്ളം ഊറ്റിക്കളഞ്ഞാണ് ചേർക്കേണ്ടത്. നിങ്ങൾക്ക് ചിലപ്പം ജീരകശാല അരി ആയിരിക്കും ഇഷ്ടം എങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഒരു 90% വേവാകുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഒന്നുകൂടെ തിള വന്നതിന് ശേഷം നമുക്കിത് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് വാർത്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ കൂടുതൽ വെള്ളം വെച്ചിട്ടാണ് അരി വേവിച്ചെടുക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഈ രീതിയിൽ ചെയ്തെടുക്കുന്നതാണ് എളുപ്പം. അരി വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള നട്ട്സ് ഒക്കെ ഒന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചിട്ടാണ് ഇത് വറുത്തെടുക്കുന്നത്. നട്ട്സ് ഒന്ന് ചുവന്ന് വരുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി വറുത്തെടുക്കാൻ പോകുന്നത് ഉണക്കമുന്തിരിയാണ്. ഇത് പെട്ടെന്ന് തന്നെ വീർത്ത് വരും. അത് പെട്ടെന്ന് തന്നെ കോരി മാറ്റിയാൽ വേണം, അല്ലെങ്കിൽ ഇതങ്ങ് കരിഞ്ഞു പോകും. ഇനി സവോള വറുത്തെടുക്കാം. ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള സവോളയാണ് എടുത്തിരിക്കുന്നത്. ഇത് തീരെ കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. സവോള ഒന്ന് ആയി വരുന്ന സമയത്ത് നന്നായിട്ട് തവി കൊണ്ട് ഇളക്കി കൊടുക്കണം. എന്നാൽ മാത്രമേ എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടത്തുള്ളൂ. ഇപ്പൊ സവോള ആയി വന്നിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റിൽ ഇട്ടതിന് ശേഷം ഇത് കൂട്ടിയിടരുത്, ഒന്ന് മൊത്തം വിതറി വേണം ഇടാന്. എന്നാലേ ഇത് അവസാനം വരെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കത്തുള്ളൂ. ഇനിയും ബിരിയാണിയുടെ മസാല തയ്യാറാക്കി എടുക്കാൻ പോവാണ്. മുമ്പേ സവോള നമ്മൾ വറുത്തെടുത്ത ആ എണ്ണ തന്നെയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലേക്ക് 3 സവോള കനം കുറച്ച് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ എണ്ണയിൽ 1-2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കാവുന്നതാണ്. അങ്ങനെ ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും മസാലയ്ക്ക്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മുമ്പേ നമ്മൾ അരച്ചു വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിന്റെ പേസ്റ്റ് ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊരു 3 ടേബിൾ സ്പൂൺ ഉണ്ട്, അത് ചേർത്തിട്ടുണ്ട്. നമ്മൾ മട്ടൻ വേവിക്കുന്ന സമയത്ത് ബാക്കി പേസ്റ്റ് ചേർത്തിരുന്നല്ലോ, ബാക്കിയുള്ള മുഴുവൻ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പൊ നന്നായിട്ട് അത് വഴണ്ട് വന്നിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഒരു വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് പഴുത്ത തക്കാളിയാണ് ഏറ്റവും നല്ലത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വരാനായിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇപ്പൊ ഈ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കഷ്ണങ്ങൾ വല്ല ഉടയാതെ കിടപ്പുണ്ടെങ്കിൽ ഈ തവി കൊണ്ട് ഇതുപോലെയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോവാണ്. 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇത്രയുമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ പൊടികളൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ ആ പച്ചമണമൊക്കെ മാറുന്നവരെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവോളയിൽ നിന്ന് ഒരു ചെറിയ കൈപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ കൂട്ടത്തില് ഒരു ചെറിയ കൈപ്പിടി പുതിനയില ചേർത്തിട്ടുണ്ട്, വലിയൊരു കൈപ്പിടി മല്ലിയിലയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തേക്കുവാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ആ വേവിച്ചു വെച്ചിരിക്കുന്ന മട്ടൻ ചേർക്കുവാണ്. ഞാനിവിടെ ആ ഗ്രേവിയോടെ തന്നെയാണ് മട്ടൻ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഉപ്പ് കുറവാണോ എന്നൊക്കെ ഒന്ന് നോക്കണേ. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു ഉപ്പിനൊക്കെ ഒരു ലേശം കുറവ് വരും. അതുകൊണ്ട് നിങ്ങൾ തൈര് ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഉപ്പ് നോക്കണം. ഇപ്പൊ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. എന്നിട്ട് ഗരം മസാലയോ ഉപ്പോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണേ. ഇപ്പൊ നമ്മൾ ഗ്രേവിയോടാണ് വെച്ചിരിക്കുന്നത്. ഇനി ഈ ഗ്രേവി ഒന്ന് വറ്റി വരണം. ഈ മസാലയിലൊക്കെ കിടന്ന് മട്ടൻ ഒന്നുകൂടെ ഒന്ന് കുറുകി കിട്ടട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പത്തെ മസാലയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു ചെറിയ കൈപ്പിടി സവോള വറുത്തതോടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ബിരിയാണിയുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഈ എടുത്തിരിക്കുന്നത് വലിയൊരു പാത്രമാണ്. അതുകൊണ്ട് നമുക്ക് ഇതിൽ തന്നെ ദം ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ ചെറിയ പാത്രമാണ് എടുത്തിരിക്കുന്നെങ്കിൽ ഈ മസാല എല്ലാം കൂടെ വേറെ വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വേണം ദം ചെയ്യാനായിട്ട്. ഇപ്പൊ ആദ്യം തന്നെ ഞാൻ ഇതിന്റെ പുറത്തേക്ക് കുറച്ച് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ 2 ലെയർ ആയിട്ടാണ് ചോറ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ആദ്യത്തെ ലെയർ പകുതി ചോറ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ലെവൽ ചെയ്തേക്കുക. അതിന്റെ മുകളിലേക്ക് കുറച്ച് വറുത്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. അതുപോലെ നട്ട്സ്, ഉണക്കമുന്തിരി ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ കുങ്കുമപ്പൂവാണ് ഉപയോഗിച്ചിരിക്കുന്നത് കളറിന് വേണ്ടി. ഇത് ഞാൻ പാലിൽ കലക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ അത് കാണത്തില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് മഞ്ഞൾപ്പൊടി ഇച്ചിരി വെള്ളത്തിൽ കലക്കി ഉപയോഗിച്ചാൽ മതി. ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല. മഞ്ഞൾപ്പൊടിയുടെ യാതൊരു ചൊവയും അതിൽ അറിയത്തില്ല. അല്ലെങ്കിൽ പൈനാപ്പിൾ എസൻസ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. എന്നിട്ട് ഞാൻ അടുത്ത ലെയർ വീണ്ടും ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ലെവൽ ചെയ്ത് എടുത്തതിന് ശേഷം മുമ്പേ നമ്മൾ ചെയ്ത പോലെ തന്നെ വീണ്ടും സവോളയും ഉണക്കമുന്തിരി നട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യൂടെ ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഗരം മസാല വേണമെങ്കിൽ ഈ ചോറിന്റെ മുകളിൽ ഒന്ന് ലേശം ഒന്ന് വിതറി കൊടുക്കാം. ഒരു 1/4 ടേബിൾ സ്പൂൺ മതിയേ. നിറത്തിന് വേണ്ടിയിട്ട് കുങ്കുമപ്പൂ ചേർത്തിട്ടുണ്ട്. നിങ്ങൾ ഫുഡ് കളർ ഒന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതൊന്നും എത്ര നല്ല ബ്രാൻഡാന്ന് പറഞ്ഞാലും ആരോഗ്യത്തിന് നല്ലതല്ല. പിന്നെ ഇതിലേക്ക് ഞാൻ ഇലകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുതിനയിലയും മല്ലിയിലയും ലേശം വീതം മേളത്തെ ലെയറി മാത്രം ഇട്ടാൽ മതി കേട്ടോ. ഇനി നമ്മളിത് ദം ചെയ്തെടുക്കാനായിട്ട് പോവാണ്. അപ്പൊ ആദ്യം ഞാൻ ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂടിയിട്ട് നമ്മൾ ആ ലിഡ് വെച്ചിട്ട് നല്ല ടൈറ്റ് ആയിട്ട് അടച്ചു കൊടുക്കുവാണ്. നിങ്ങളുടെ കയ്യിൽ അലൂമിനിയം ഫോയിൽ പേപ്പർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇതുപോലത്തെ ലിഡ് ആണെങ്കിൽ അതിലൊരു ഹോൾ ഉണ്ടല്ലോ, ആ ഹോള് ഒരു ചെറിയ പേപ്പർ വെച്ചിട്ട് അങ്ങ് അടച്ചേക്കണേ. ഇതിനൊരു 15 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. തീ ഒരു കാരണവശാലും കൂട്ടി വെക്കല്. നമ്മുടെ താഴെ ഇട്ടിരിക്കുന്ന മസാല എല്ലാം കരിഞ്ഞു പോകും. ഇപ്പൊ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അടിപൊളിയായിട്ട് നമ്മുടെ മട്ടൻ ബിരിയാണി ആയി വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ കണ്ടാൽ തന്നെ അറിയാം, നല്ല സൂപ്പർ ടേസ്റ്റ് ആണിത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ പെരുന്നാളിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും സാധിക്കും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും നല്ലൊരു പെരുന്നാൾ ആശംസിക്കുന്നു. താങ്ക്